ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറച്ചായില്ല നമ്മൾ കണ്ടിട്ട്. നമ്മുടെ UAE ഇപ്പോഴത്തെ ഈ മാംഗോ മാർക്കറ്റും ആ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ കുറിച്ചൊക്കെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അത് ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചിട്ടോ. വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും ആവില്ല, അപ്പം താല്പര്യമില്ലാത്ത ആളുകൾ കേൾക്കണ്ട. ഇപ്പം ഇവിടുത്തെ മാങ്ങ വിപണി ഈജിപ്റ്റ് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം വെറൈറ്റികളുണ്ട്. അവരുടേതായിട്ടുള്ള കുറേ ഇനങ്ങൾ, കുറേ ഫ്ലോറിഡ ഇനങ്ങൾ, കുറേ ഇസ്രായേലിൽ നിന്നുള്ള ഇനങ്ങൾ, ഇതൊക്കെ ഇഷ്ടം പോലെ മാങ്ങകൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന മാങ്ങകളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സാധനം മാർക്കറ്റിൽ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന് റിക്വയർഡ് ആയിട്ടുള്ള ചില ക്വാളിറ്റികളുണ്ട്. ഒന്ന് എസ്പെഷ്യലി ആദ്യം വേണ്ടത് കാഴ്ചഭംഗി. ഒരു കൊമേഴ്ഷ്യൽ മാങ്ങോക്ക് ആദ്യം വേണ്ടത് കാഴ്ചഭംഗിയാണ്, മനസ്സിലായോ? പിന്നെ ഷെൽഫ് ലൈഫ്, ഇതൊക്കെയുള്ള നല്ല വെറൈറ്റികൾ ഈജിപ്തിൽ നിന്ന് ഇഷ്ടം പോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറയലുണ്ട് മാങ്ങയുടെ സ്വദേശം ഇന്ത്യ, മാംഗിഫറ ഇൻഡിക്ക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ലേശം തർക്ക വിഷയമാണ്. മാങ്ങയുടെ ഉത്ഭവത്തിൻ്റെ സമയത്ത് ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. ബേസിക്കലി ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളും അതുപോലെ തന്നെ മ്യാൻമാർ, അതുപോലത്തെ ചില സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളും ഇവിടെ നിന്നൊക്കെയാണ് ശരിക്കും മാങ്ങ ഉത്ഭവിച്ചിട്ട്. നമ്മൾ കേരളത്തിലേക്ക് മാങ്ങ ഒരുപാട് ലേറ്റായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. നമുക്കിവിടെ വന്നിട്ട് പല മ്യൂട്ടേഷൻ സംഭവിച്ച് നമ്മുടെ നാട്ടിലായിട്ടുണ്ടായിട്ടുള്ള തനത് വെറൈറ്റികൾ കുറച്ചൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ ജസ്റ്റ് പറയുന്നില്ല. പറഞ്ഞു വരുന്നത്, നമ്മൾ വളരെ അഭിമാനത്തോട് വരുന്ന മാംഗിഫറ ഇൻഡിക്ക ഇന്ത്യൻസ്, ഇവിടെ വരുന്ന ഇന്ത്യൻ മാങ്ങകൾ ഒരു വസ്തുവും പറ്റാറില്ല. പലപ്പോഴും ഇന്ത്യ നിങ്ങളുടെ കയറ്റി വിടുന്ന മാങ്ങയുടെ ക്വാളിറ്റി വളരെ മോശമാണ്. ഇന്ത്യ തന്നെ വലിയൊരു മാർക്കറ്റാണ്. ഇന്ത്യയിൽ നിന്ന് മാങ്ങകൾ ഇങ്ങോട്ട് കയറ്റി വിടേണ്ട അത് ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ വലിയൊരു കാര്യം. നമ്മൾ ഇതിൻ്റെ മുന്നേ ഗ്രൂപ്പിലൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. നല്ല ചോസ അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നോർത്ത് ഇന്ത്യൻ വെറൈറ്റീസ് ഉണ്ട്. നല്ല ലങ്ക, ഹിമസാഗർ, അങ്ങനത്തെ പല വെറൈറ്റികളും. അല്ലെങ്കിൽ ഇത്തരം വെറൈറ്റികളൊന്നും നമുക്ക് നമ്മുടെ സൗത്തിൽ വരാറില്ല. മെയിനായിട്ട് സൗത്തിലെ ആളുകൾ മാങ്ങയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ ലേശം മടിയുള്ള ആളുകൾ. നമ്മൾ കേരളത്തിലെ ആളുകൾ തന്നെ മാങ്ങ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഒരു 2.5 കിലോ 100 അല്ലെങ്കിൽ 1 കിലോ 50 100 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാങ്ങയ്ക്ക് സ്പെൻഡ് ചെയ്യുള്ളൂ. 1 കിലോ മാങ്ങയ്ക്ക് വേണ്ടി 500 750 നമ്മൾ സ്പെൻഡ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. ഇന്ത്യയിലെ മാങ്ങയുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയാണ് മെയിനായിട്ട്. അവിടെ ഒരുപാട് നല്ല മാങ്ങകളുണ്ട്. അപ്പം ഇന്ത്യയിലെ മാങ്ങകൾ ചിലപ്പം ഇന്ത്യയിലെ തന്നെ വിറ്റേക്കുണ്ടാകും, മെയിനായിട്ട് ഡൽഹി, ബോംബെ അവിടെയൊക്കെ. പക്ഷേ ഇഷ്ടംപോലെ മാങ്ങകൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഒരുപാട് മാങ്ങകൾ ഇവിടെയൊക്കെ വരുന്ന ബംഗനപ്പള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വസ്തുവും പറ്റില്ല. പലപ്പോഴും അണ്ടി ഉറയ്ക്കാത്ത അല്ലെങ്കിൽ സീഡ് ഉറയ്ക്കാത്ത മാങ്ങകൾ ഇങ്ങോട്ട് കയറ്റി വിടാറുണ്ട്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾക്കുണ്ടല്ലോ ഇന്ത്യൻ മാങ്ങകളുടെ വെറുത്തു പോകും. പലപ്പോഴും ഞാനിത് ഇവിടെ മാംഗോ ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയത്ത് UAE പല പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എണ്ണം തേക്കാൻ വേണ്ടി ഒരുപാട് മാങ്ങകൾ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ഞാനൊരിക്കൽ ചക്കരക്കുട്ടി എന്ന് പറഞ്ഞിട്ട് മാങ്ങ എടുത്ത് കഴിച്ചിട്ട് കൊടംപുളി അതിനെക്കാട്ടിയും ബെറ്റർ എന്നുള്ള ഒരു സ്റ്റേജൊക്കെ ഉണ്ടായത്. അത്രയും അതാണ്. ഇതേ ബംഗനപ്പള്ളി ഇവിടെ പാകിസ്ഥാനിൽ വരുന്നുണ്ട്. പാകിസ്ഥാനിൽ വരുന്ന ബംഗനപ്പള്ളിക്ക് സുനേര എന്ന പേര്. UAE ആളുകൾക്ക് സാധിച്ചിട്ടുണ്ടാവും. ഫാർ ബെറ്ററാണ്. ഞാൻ ബേസിക്കലി ഒരു ബംഗനപ്പള്ളി ഫാനല്ല, പക്ഷേ ക്വാളിറ്റി ഫാർ ബെറ്ററാണ്. ഇപ്പം ഇവിടെ അടുത്ത് 2 ദിവസം മുന്നേ ഞാൻ ചോസ ഇവിടെ കിട്ടി. വൈറ്റ് ചോസ അല്ലെങ്കിൽ സമര ബൈസ്റ്റ് എന്നൊക്കെ പറയും, വലിയ ചോസ. ഞാനിവിടെ അടുത്തൊരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് 6-7 ദിറംസിന്. ഇപ്പോഴും ഉണ്ട് ഇവിടെ 10 ദിറംസിന് താഴായിട്ട് നല്ല ചോസ കിട്ടും. നല്ല ചോസ എന്നാൽ നല്ല ക്വാളിറ്റി ചോസ. ഓക്കെ, ഇവിടെ നമ്മളെ നാട്ടിൽ 2.5 കിലോ 100 നീലം, അങ്ങനെ പറയാം, ഇഷ്ടം പോലെ ഉള്ള നീലം ഇവിടെ 1 കിലോ 18 ദിറംസ് കൊടുക്കണം. എന്നാൽ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ? ഇല്ല. ഇവിടെയുള്ള പല ഇന്ത്യൻ മാങ്ങകൾ ക്വാളിറ്റി ഇല്ല, എന്നാൽ ഹയർ പ്രൈസ്. ഇതാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഈജിപ്തിൽ നിന്ന് അതുപോലെ തന്നെ ഇന്ത്യ മാങ്ങയായിട്ടുള്ള ചോസ പാകിസ്ഥാനാണ് വരുന്നത്. ഇന്ത്യ മാങ്ങയായിട്ടുള്ള അൻവറാത്തോൾ പാകിസ്ഥാനിലെ, ഇത് രണ്ടും കൂടെ പാകിസ്ഥാൻ മാങ്ങയാണ്. ഇന്ത്യയുടെ ഹൈബ്രിഡ്, ഇന്ത്യയിലെ ഫസ്റ്റ് ഹൈബ്രിഡാണ് പ്രഭാശങ്കർ. അതിനുശേഷമുള്ള ഹൈബ്രിഡ്സാണ് മല്ലിക, അമ്രപാളി. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം എന്നൊക്കെ പറയുന്നത്. ഈ മാങ്ങ ഇവിടെ വരുന്നത് ബംഗ്ലാദേശി മാങ്ങ എന്നാണ്. കാരണം ബംഗ്ലാദേശിൽ വളരെ നല്ല രീതിയിൽ ഇത് കൊമേഴ്ഷ്യലി കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. ബംഗ്ലാദേശ് ഇക്കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് മാങ്ങ എക്സ്പോർട്ടിൻ്റെ കേസ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് വീഡിയോസ് കണ്ടു. നമ്മുടെ മഹാചനക്ക്, ബനാന, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി, കാറ്റിമോണ്, ചൊക്കനാന, ഇതൊക്കെ കൊമേഴ്ഷ്യലി അവിടെ ചെയ്യാണ്. കൊമേഴ്ഷ്യലി ബാഗിങ് ഇട്ടിട്ട് ആ ഗോൾഡൻ കളറിലായിട്ട് എക്സ്പോർട്ട് ക്വാളിറ്റി മാങ്ങകൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മുടെ നാട്, ഞാൻ ഒരിക്കലും നമ്മുടെ കർഷകരെ കുറ്റം പറയട്ടെ, നമുക്കതിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഇതിൽ തന്നെ ഞാൻ മുതലമടയുള്ള നമ്മുടെ സുഹൃത്തുക്കളെ കർഷകർ എടുത്ത് പോയിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. അവരിന്നും കുറച്ച് സിന്ദൂരം, കുറച്ച് തോത്താപുരി, കുറച്ച് ഹിമാപസന്ത്, പിന്നെ ഏതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, കുറച്ച് അൽഫോൺസോ, ഇങ്ങനെ വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പഴയ വെറൈറ്റി വെച്ചിട്ട് ഒരു അപ്ഡേഷൻ അവരുടെ അടുത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ടാവും. പലപ്പോൾ പുതിയൊരു വെറൈറ്റി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് മാർക്കറ്റിൽ നാട്ടിൽ നിന്നുള്ള കാറ്റഗറിയിലേ അത് പോവുള്ളൂ.
കാരണം അതിപ്പം അതാണ് അവർ പറയുന്ന റീസൺ. എത്രത്തോളം അത് നമുക്ക് ഡൈജസ്റ്റ് ആവുമെന്ന് പറയാൻ പറ്റും. പുതുമയിലേക്ക് അവർ നോക്കുന്നില്ല. ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ വരുന്ന മാങ്ങൾ ഞാൻ പറയാം, ഇവിടെ ഇപ്പോൾ ഒരു ഇസ്രായേലിൽ നിന്ന് മാറിപ്പോയി, ഈജിപ്തിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന മാങ്ങൾ ഒരു 10-20 വർഷം മുന്നൊക്കെ ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ 16 വർഷമായി UAE ഉണ്ടായിരുന്ന ആളുകൾ കഴിക്കാത്ത ഒരുപാട് മാങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഒരു 4 വർഷത്തിൽ കൂടുതലായി നമുക്ക് ഈ പ്രാന്തൊക്കെ ആയിട്ട് ഇതിനോട് വളരെ കീനായിട്ട് ഇപ്പം ഞാൻ മാർക്കറ്റിങ്ങിലാണ്. ഒരു ദിവസം തന്നെ ഒരുപാട് മാളുകളിൽ പോകുന്ന സമയത്ത് അവിടെ ഹൈപ്പർ മാർക്കറ്റ്സിൻ്റെ നമ്മൾ ഈ ഫ്രൂട്ട്സ് സെക്ഷനിൽ ഒന്ന് പോയി നോക്കുക എന്താണ് പുതിയ വന്നിട്ടുള്ളത്. ഈ സീസണിൽ എത്ര പുതിയ മാങ്ങൾ ഈ സീസണിൽ മാത്രം ഞാൻ കണ്ടു എന്ന് പറയാം. സദീഖ അത്ര കോമൺ എല്ലായിട്ടുണ്ട്, മായ, സെൻസേഷൻ, ഇതൊക്കെ പുതിയതായിട്ടുള്ള ക്രിംസൺ പ്രൈഡ്, ഒരുപാട്. ഈജിപ്തിൽ നിന്ന് എത്ര മാങ്ങൾ അവിടെ വരുന്നതെന്ന് അറിയോ? ഈജിപ്തിൽ നിന്ന് നമുക്ക് എപ്പോഴും ആദ്യമേ ഉണ്ടായിരുന്നൊരു മാങ്ങയാണ് ഫാസോ വൈസ്, ഒരു രക്ഷയില്ല. ഇവൈസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവൈസിൽ ഉണ്ടാകുന്ന സീഡില്ലാത്ത മാങ്ങയാണ് ഫാസ്, എംബ്രിയോ ഡെവലപ്പ് ചെയ്യാത്ത ചെറിയ മാങ്ങ, അത് ബോക്സായിട്ട് കിട്ടും, ഒരു രക്ഷയില്ല. നമ്മുടെ പല ഇന്ത്യൻ മാങ്ങകളെയും കടത്തി വിട്ടുന്ന മാങ്ങയാണ് അത്. പിന്നെ ഈജിപ്തിൽ നിന്ന് ഇപ്പോൾ RT2, ഈജിപ്തിൽ വരുന്ന RT2 വളരെ ചീപ്പാണ് ഇവിടെ. ഇതേ RT2 ഓസ്ട്രേലിയയിൽ നിന്ന് വരുമ്പോൾ അതിന് 5 ഇരട്ടി റേറ്റാണ്. പിന്നെ ഇപ്പം ഈജിപ്തിൽ നിന്ന് ഷെലി വന്നിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ വെറൈറ്റിയാണ് ഷെലി. ഈജിപ്തിൽ നിന്ന് കീത്ത്, ഫ്ലോറിഡ വെറൈറ്റിയാണ്. ഈജിപ്തിൽ നിന്ന് ടോമി അഡ്കിൻസ്, ഫ്ലോറിഡ വെറൈറ്റി. ഈജിപ്തിൽ നിന്ന് തന്നെ വരുന്ന റെഡ് പാമർ, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ നവോമി, അത് ഈജിപ്തിൽ നിന്നാണ് വരുന്നത്. ഇഷ്ടം പോലെ മബ്രൂക്ക, പിന്നെ ക്രിംസൺ പ്രൈഡ്, പിന്നെ ഏതാണ് ലിലി എന്ന് പറഞ്ഞ പേരിലൊരു മാങ്ങ ഉണ്ട്, യാസ്മിന റോസ്, അങ്ങനെ ഒരുപാട് മാങ്ങകൾ. ഇപ്പം കറക്റ്റാണ് ഓർമ്മയിട്ട് എണ്ണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 10-15 വെറൈറ്റി മാങ്ങകൾ ഈജിപ്തിൽ നിന്ന്. ഈജിപ്തിൻ്റെ ഇസ്മായിലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാംഗോ ക്യാപിറ്റൽ ഓഫ് ഈജിപ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടുന്ന് വരുന്ന മാങ്ങകളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി. അവർ ഈ പിഞ്ച് മാങ്ങൾ അവരിത് എടുത്തിട്ടുണ്ട് കയറ്റി വിടുന്നൊന്നുമില്ല. അവർ പലപ്പോഴും അതിന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വലിയ മാവുകളിൽ അവർ, നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ടാകും, പല മാവുകളെയും അവർ തല മാറ്റിയിട്ട് ടോപ്പ് വർക്ക് ചെയ്തിട്ട് പുതിയ വെറൈറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട്. അതിൽ ഫ്ലോറിഡ വെറൈറ്റികളും എല്ലാം അവർ ഒരു വരുന്ന ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻ്റയർ മാർക്കറ്റിൽ മിക്കവാറും ഈജിപ്തിൻ്റെ മാങ്ങകളാണ് ഉണ്ടാകുക. നമ്മുടെ ഇപ്പം നമ്മളൊരു മാങ്ങ പ്രാന്തം എന്നുള്ള രീതിയിൽ നമ്മളിത് നോക്കുമ്പം ഇന്ത്യൻ മാങ്ങ UAE വരുന്ന ഇന്ത്യൻ മാങ്ങ, അല്ലെ ഇന്ത്യയിൽ നിന്ന് കയറി വരുന്ന ഇന്ത്യൻ മാങ്ങയും അതുപോലെ തന്നെ ഈജിപ്റ്റ് മാങ്ങയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് പിന്നിലാണ്. ഇന്ത്യ ഒരു വലിയൊരു മാർക്കറ്റാണ്. ഇന്ത്യയിൽ ശരിക്കും എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നേരെ തന്നെ എന്ന് വെച്ചാൽ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നാൽ തന്നെ ഇന്ത്യൻ്റെ തന്നെ എല്ലാ ഭാഗങ്ങളും ഇത് ഫുൾഫിൽ ആകുന്നുണ്ടെന്നൊന്നും അറിയില്ല. പറഞ്ഞു ഇവിടെ മാങ്ങകൾ വരുന്നുണ്ട്, ഇന്ത്യൻ മാങ്ങകൾ ഇവിടെ വരുന്ന മാങ്ങകളുടെ ക്വാളിറ്റി വളരെ മോശമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ അഭിമാനമായിട്ടുള്ള പല ഇന്ത്യൻ മാങ്ങകളും മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് അതിനേക്കാൾ ക്വാളിറ്റിയിൽ ഇവിടെ വന്നിട്ട് ബംഗ്ലാദേശി മാങ്ങയായിട്ടും പാകിസ്ഥാൻ മാങ്ങയായിട്ടുമാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ ഇവിടെ ഉള്ള ആളുകൾക്ക് ശരിക്കും മനസ്സിലാവും. പിന്നെ ഇവിടെ വരുന്ന മറ്റൊരു കാര്യം കൂടി പറയേണ്ടത് സംബന്ധിച്ച്, ഇവിടെ പല ഹൈപ്പർ മാർക്കറ്റ്സിലും പല മാങ്ങയുടെയും പേര് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെയാണ് പലപ്പോഴും കിടക്കാറ്. ഓക്കെ, അത് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്ന തന്നെ ഒരു 3-4 വർഷമായിട്ട് ഈ പ്രാന്ത് തലക്കടിച്ചിട്ട് പിന്നാലെ പാഞ്ഞിട്ട് ഇവിടെ പല മാങ്ങകളും വരുന്നതിൻ്റെ മുന്നേ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു പഠനം നടത്തിക്കൊണ്ട് ഇതിൻ്റെ ഷേപ്പും പിന്നെ ഇതിൻ്റെ പേരിൻ്റെ 1-2 ഭാഗങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് നോക്കണ നമുക്കിത് മനസ്സിലാവും ഇത് ഏതാണെന്നുള്ള മാങ്ങാന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ റോങ് നെയിം. ഇന്നിപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയ സമയത്ത് അവിടെ ക്രിംസൺ പ്രൈഡിൻ്റെ അവിടെ ഇട്ടിട്ടുള്ളത് RT2 എന്നുള്ള ടാഗാണ്. മനസ്സിലായി? ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, പിന്നെ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇവിടെ മാങ്ങ മേടിക്കുമ്പോഴും നോക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്കതിനെക്കുറിച്ച് അറിയണം. അവിടെ വെച്ചിട്ടുള്ള പേരുണ്ടല്ലോ, അത് മാത്രം നോക്കിയിട്ട് മാങ്ങ മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. പലപ്പോഴും പല പേരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കാറുണ്ട്. പിന്നെ മാങ്ങകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പോലും ഇപ്പം പലരും വിചാരിക്കും എന്തിനാ മാർക്കറ്റിൽ മാങ്ങകളിലെന്ന്. മാർക്കറ്റിലൊരു മാങ്ങ ഒരു അത്യാവശ്യം ക്വാളിറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ മാങ്ങ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ ഡബിളാവും, അല്ലെങ്കിൽ അതിനെക്കാട്ടും ബെറ്ററാവും. മനസ്സിലായോ? നമുക്കിവിടെ മാർക്കറ്റിലുള്ള മാങ്ങകൾ വെച്ചിട്ട് കഴിച്ചിട്ട് അതിനെ എനിക്ക് എന്താണ് തോന്നുന്നത് അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ റിവ്യൂ ആയിട്ടൊന്നും കൂട്ടണ്ട. എനിക്ക് എൻ്റെ നാവിന് എന്താ ഇത് ചിലപ്പോൾ മറ്റുള്ള ഒരാൾക്ക് ഒന്നുകൂടി ചിലപ്പോൾ ബെറ്റർ ആവും, ചിലപ്പോൾ എനിക്ക് പറ്റിയ മാങ്ങകൾ പറ്റാതെ നോക്കണം. ഞാൻ എൻ്റെ തോന്നലുകളാണ്. പിന്നെ ഈ മാങ്ങ സെലക്ട് ചെയ്യുന്നത് കുറച്ച് കാലമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഉണ്ടായതുകൊണ്ട് ഒരു 10-100 മാങ്ങയിൽ കൊള്ളാവുന്ന 1-2 ഒക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനത്തെ തോന്നുമ്പോൾ മാത്രമേ ഞാൻ എടുത്ത് റിവ്യൂ ചെയ്യാറുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി ഇടാറാണ്. പിന്നെ അഫോർഡബിളും കൂടി കാണും. ചില മാങ്ങകളൊക്കെ നല്ല റേറ്റ് ആവും. ഇപ്പോൾ ഞാൻ പറയാം ഓസ്ട്രേലിയൻ്റെ RT2
ഒരു മാങ്ങ 1 കിലോ ഉണ്ടാവും. അതിന് 50 ദിറംസ് ഒക്കെ ഉള്ള സമയത്ത് അതെടുത്ത് റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ ഒന്നുമല്ല. എനിക്ക് അഫോർഡബിളായി തോന്നുന്ന, എനിക്ക് റിവ്യൂ ചെയ്യണം തോന്നുന്ന ചില മാങ്ങളൊക്കെ എടുത്താണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അതിനുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാനിത് പറയാറ്. ഇത് പറഞ്ഞു വന്നപ്പം ഒരു ലേശം ലോങ് വീഡിയോ ആയി പോയി, അപ്പം ക്ഷമിക്കുക. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, ഈജിപ്റ്റ് ഈ ഒരു മാംഗോ എക്സ്പോർട്ടിങ്ങിൽ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് വെറൈറ്റികൾ ഇനിയിപ്പോൾ കൊണ്ട് വരും. ഞാൻ പറഞ്ഞു ഇത്തവണ കഴിഞ്ഞ തവണ കാണാത്ത മിനിമം ഒരു 3-4 വെറൈറ്റി അഡീഷണൽ കയറിയിട്ടുണ്ട്. എല്ലാ വർഷവും ഇത് സംഭവിക്കുന്നുണ്ട് ഈജിപ്ഷ്യൻ സൈഡിൽ. അതോ ഒരു അത്യാവശ്യം ഒരു ക്വാളിറ്റി, എന്തെങ്കിലും ഒരു ക്വാളിറ്റി അതിലുണ്ടാവും. അറ്റ്ലീസ്റ്റ് എന്താണ് പറയുക, കാഴ്ചക്കുള്ള അട്രാക്ഷൻ, ഷെൽഫ് ലൈഫ്, അല്ലെങ്കിൽ ചിലതൊക്കെ എന്താണെങ്കിലും ഈ 50% സ്റ്റേജിലൊന്നും അവരേതായാലും കയറ്റി വിടുന്നില്ല. മനസ്സിലായോ? ആ മാങ്ങയ്ക്കുള്ള ക്വാളിറ്റിയുടെ അറ്റ്ലീസ്റ്റ് ഒരു 70% എങ്കിലും നമുക്കത് അറിയാൻ പറ്റും. അപ്പം ഈജിപ്റ്റ് ഇതിൽ മാങ്ങ വിപണി അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ മാങ്ങ വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വീണ്ടും കാണാം.